ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ക്ലീമിസ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ KCBC കടുത്ത വേദനയും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേക്കുറിച്ച് രാജ്യത്തെ ഭരണാധികാരികൾ സംസാരിക്കണം. ഭരണാധികാരികൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണമെന്നും കർദിനാൾ പറഞ്ഞു. സംഭവത്തിൽ നമ്മുടെ കേരളീയ സഹോദരിമാരോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള അനുഭാവവും അറിയിക്കുന്നതായും ക്ലീമിസ് പറഞ്ഞു. വിഷയത്തിലെ വസ്തുതകൾ പരിശോധിച്ച് നീതി ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഛത്തീസ്ഗഡിൽ തീവ്ര ഹിന്ദുത്വവാദികളുടെ വിചാരണയ്ക്കിരയാക്കി മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടും രംഗത്ത് വന്നിരുന്നു. ഈ ദുരനുഭവത്തിനെതിരെ വേണ്ടിവന്നാൽ വിപുലമായ സംഘടിത സ്വഭാവത്തിൽ പ്രതികരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന മധ്യേ സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ്. ഛത്തീസ്ഗഡിലെ ബജ്രംഗദൾ പ്രവർത്തകരുടെ ഇടപെടലിൽ സർക്കാരും റെയിൽവേ പോലീസും ചേർന്ന് കന്യാസ്ത്രീകൾക്കെതിരെ സ്വീകരിച്ച നടപടി തികച്ചും നിയമവിരുദ്ധമാണ്. ഇത് മതേതരത്വത്തിന് എതിരെ മാത്രമല്ല, ഭരണഘടനയ്ക്കെതിരെ തന്നെയുള്ള കടന്നുകയറ്റമാണ്. മതേതരത്വം ദുർബലമാക്കപ്പെടുകയാണ്, ഭരണഘടനയെ ബലഹീനമാക്കുകയാണ്. ഇത്തരം നീക്കങ്ങൾ വികാരപരമായ വിഷയം മാത്രമല്ല, നിലനിൽപ്പിന്റെ വിഷയമാണ്. കന്യാസ്ത്രീകൾക്കെതിരായ ഇത്തരം തുടർച്ചയായ നീക്കങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, തികച്ചും സ്ത്രീവിരുദ്ധമാണ്. ആദിവാസികൾക്കും കന്യാസ്ത്രീകൾക്കും ക്രൈസ്തവ സമൂഹത്തിനും മനുഷ്യാവകാശത്തിനും ആത്യന്തികമായി സ്വാതന്ത്ര്യത്തിനും എതിരായ നീക്കമാണ്. വിവിധ മതങ്ങളിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ മുൻവിധിയോടെയും ശത്രുതാ മനോഭാവത്തോടെയും വൈകാരികമായി ഇടപെടലുകൾ നടത്തുമ്പോൾ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 4316 ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇത്ര സമഗ്രമായ നിയമങ്ങളുള്ള രാജ്യത്ത്, ഭരണഘടനയുള്ള രാജ്യത്തിലെ പ്രൊവിഷൻസിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് വികാരപരമായ വിഷയം മാത്രമല്ല, നമ്മുടെ നിലനിൽപ്പിന്റെ കാര്യം കൂടിയാണ്. കത്തോലിക്കരായ നാം ആരെയും തട്ടിക്കൊണ്ടു പോകുന്നവരല്ല, ആരെയും കടത്തിക്കൊണ്ടു പോകുന്നവരുമല്ല. മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കാണ്. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കന്യാസ്ത്രീകൾ അവിടെ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ വിവിധ മതങ്ങൾ തമ്മിൽ വഴക്കില്ല, ഒത്തൊരുമയുണ്ട് എന്നൊക്കെ എപ്പോഴും പറയുമ്പോഴും കേരളത്തിൽ നിന്നുള്ള സഹോദരിമാർ കേരളത്തിന് പുറത്ത് ആക്ഷേപിക്കപ്പെടുകയും കള്ളക്കേസിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയുമാണ്. ഭരണഘടന ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നും ബിഷപ്പ് കല്ലറങ്ങാട്ട് കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വേദനയും പ്രതിഷേധവും ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നടപടിയെന്ന്. അതേസമയം ഭരണാധികാരികൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണമെന്ന് തന്നെയാണ് KCBC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. വേണ്ടി വന്നാൽ സംഘടിത സ്വഭാവത്തിൽ പ്രതിഷേധിക്കുമെന്ന് പാലാ ബിഷപ്പ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നടക്കുന്നത് ക്രൈസ്തവ വേട്ടയെന്ന് CPM പ്രതികരിച്ചിട്ടുണ്ട്.